ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലോട്ട് ഓർഡർ ചെയ്തൊരു സ്പെഷ്യൽ സാധനമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പാക്കറ്റ് വന്നിട്ടുള്ളത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഭാരത് യാത്രാ കാർഡ്. ഇതാണ് വരുന്നത്. ഭാരത് യാത്രാ കാർഡ് പറഞ്ഞ കാർഡാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബ്രാൻഡുമായിട്ടാണ് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ട് ഡെലിവർ ചെയ്തിട്ടുള്ളത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് അതിൽ കാർഡ് വരുന്നത്. അതിൽ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നാഷണൽ വൈഡ് അക്സെപ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ ഈസി ഓൺ ബോർഡിങ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് കാർഡും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ പേപ്പറിലുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാരത് യാത്ര പറഞ്ഞൊരു ആപ്പുണ്ട്. ഇതാണ് ആപ്പ് വരുന്നത്. ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുക. അതിൽ നമ്മൾ നമ്പർ അടിച്ച് OTP അടിക്കണം. നമ്മൾ OTP അടിച്ചിട്ട് ഇപ്പോൾ വെരിഫിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ് വെരിഫൈ ചെയ്യാൻ കൊടുക്കാം. ഇതിൽ QR കോഡോ സ്കാൻ ചെയ്തിട്ടുള്ള ഓപ്ഷനും അതേപോലെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്വയം ടൈപ്പ് ചെയ്തിട്ടുള്ള ഓപ്ഷന് കാണിക്കുന്നുണ്ട്. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ആ കാർഡ് എടുത്തിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് മാനുവലായിട്ട് തന്നെ അടിച്ചു നോക്കാം. കാരണം QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വർക്കാവുന്നില്ല. അതാണ് നമ്മുടെ കാർഡിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അത് റെഡി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ ഏതായാലും സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് ചെയ്യാം. നമ്മൾ കാർഡിനൊരു പേര് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. കാർഡിന് പേര് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് ഇഷ്യൂ എന്നറിയില്ല. ഞാൻ എന്തായാലും നമുക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാണ് ഇപ്പോൾ ആപ്പിൻ്റെ ഉള്ളിലത്തെ ഇൻ്റർഫേസ്. നമ്മുടെ കാർഡ് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചെക്ക് ബാലൻസ്, അപ്ഡേറ്റ് ബാലൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ടോപ്പപ്പ് ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇനി വേറെ കാർഡ് എക്സ്ട്രാ എടുക്കുന്നവർക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മക്കൾക്കും അതേപോലെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അതും ഇതിൽ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ കാർഡ് എടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഗേറ്റ് വേ പാസിന് ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഈ കാർഡ് നമ്മൾ എവിടെയാണോ കയറുന്നത് അവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇറങ്ങണം അവിടെ സ്വൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കാർഡിൽ നിന്ന് ക്യാഷ് പോയിക്കോളും. നമുക്ക് ടിക്കറ്റോ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും നോക്കണ്ട. നമുക്ക് ഈ കാർഡ് മാത്രം മതി.